Good morning. This is Dizon Hybrid Campus. ഞാൻ നിങ്ങളുടെ മലയാളം ടീച്ചർ അക്ഷയ അജീഷ്. സോ വെൽക്കം. മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്നത്. എം ടി വാസുദേവൻ നായർ എഴുതിയ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. അപ്പോൾ നമ്മൾ എം ടി വാസുദേവൻ നായർ ആരാണെന്ന് പഠിക്കണം. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ്, ഒരു ലേഖനമനോ ഒരു ഓർമ്മക്കുറിപ്പാണ് എന്ത് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള മലയാളത്തിന്റെ സുഹൃതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹം എന്താണ് നമ്മുടെ ചന്തുവിനെ സ്നേഹിക്കാൻ അറിയുമെന്ന് പഠിപ്പിച്ചു തന്ന, അതുപോലെ തന്നെ രൗദ്ര ഭീമന് വൈകാരിക മനസ്സുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്, കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നോവലിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളൊരു നോവൽ അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ ആ എഴുതിയ ആളെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആരാണത് എഴുതിയത്, എന്താണ് ആ കഥയിൽ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇപ്പൊ ഒരു നോവൽ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു മലയാളി ആയിരിക്കെ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അവരുടെ വർക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെ. അപ്പോൾ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നോവലിസ്റ്റ് ആണ് ആര്, എം ടി വാസുദേവൻ നായർ. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്, തിരക്കഥാകൃത്താണ്, ചലച്ചിത്ര സംവിധായകനാണ്, സാഹിത്യകാരനാണ്, നാടകകൃത്താണ് എന്നീ നിലകളിലൊക്കെ മലയാളത്തിൽ പ്രശസ്തനായിട്ടുള്ള ആളാണ് ആര്, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായർ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വർക്കാണ് എന്ത്, കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്നത് നഷ്ട സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ വായിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അദ്ദേഹത്തിന്റെ വർക്കുകളുടെ ഒരു പ്രത്യേകത എന്താണ്. എന്തും ഒരു നൊസ്റ്റാൾജിക് ഫീൽ അദ്ദേഹം എല്ലാ വർക്കുകളിലും കൊണ്ടുവരാറുണ്ട് അല്ലെ. നമുക്കൊരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യും. കാരണം ഏതൊരു വർക്ക്, അപ്പൊ അദ്ദേഹത്തിന്റെ കാലമാകട്ടെ, നാലുകെട്ടാവട്ടെ, അതുപോലെ തന്നെ രണ്ടാം ഊഴമാകട്ടെ, അങ്ങനെ പലതരത്തിലുള്ള വർക്കുകളിലൂടെ എന്താണ് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ നമ്മളിങ്ങനെ ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അദ്ദേഹത്തിന്റെ വർക്കുകളിൽ കൂടെ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ കൂടെ നമുക്ക് പരിചയമുള്ള ഒരാള്, ആ ആളുടെ കൂടെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു, ആ ഒരു നാട്ടില് നമ്മൾ ജീവിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ വർക്കുകളുടെ, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു കഴിവാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകൾ, ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നഷ്ട സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് എന്ത് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്നത്. എം ടിയുടെ രചനയിൽ ബാല്യകാലത്തിലെ ഓണാനുഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ലേഖനം വർത്തമാന ചിത്രങ്ങൾക്കൊപ്പം തന്നെ എന്താണ് ആ ഒരു കാലത്തിന്റെ അവസാനം എന്താ പറയുന്നത്, ഒരു ഭൂതകാലത്തിൽ തുടങ്ങി വർത്തമാന കാലത്തിൽ അവസാനിക്കുകയാണ് ഈ ഒരു കുറിപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഭൂതകാലത്തിൽ തുടങ്ങി ഇപ്പോഴുണ്ടാവുന്ന ഒരവസ്ഥ, ഇപ്പോൾ വർത്തമാന കാലത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമം എങ്ങനെയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആ ഗ്രാമത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ഗ്രാമത്തിന് എന്നതൊക്കെയാണ് അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ പറയുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും നമ്മുടെ ബാല്യകാലം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലമാണ് ബാല്യകാലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബാല്യകാലം എന്താണ്, നമ്മൾ വളർന്നു കഴിയുമ്പോഴാണ് ആ കാലമായിരുന്നു ഏറ്റവും നല്ലൊരു കാലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് എന്താ പറയാ ജീവിക്കുന്ന ഒരു കാലമാണ് ബാല്യകാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു കാലം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയ കുറെ അനുഭവങ്ങൾ ഉണ്ടാവാം, വ്യക്തികൾ ഉണ്ടാവാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് അദ്ദേഹം ഈ ഒരു കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്നതിലൂടെ ഒരു ഓർമ്മക്കുറിപ്പ്, അദ്ദേഹത്തിന്റെ ഓണക്കാലം എങ്ങനെയായിരുന്നു, ആ കാലഘട്ടത്തിലുള്ള ആളുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഒരു വർക്കിന്റെ ഫസ്റ്റ് നമുക്ക് ചാപ്റ്റർ നോക്കാം. അപ്പൊ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, തെക്കരോട് മത്സരിക്കാൻ ഞങ്ങൾക്കാവില്ല. തെക്കരെന്ന് വെച്ചാൽ ആരാണ്, വന്നേരിക്കാർ എന്ന് പറഞ്ഞാൽ എം ടി വാസുദേവൻ നായരുടെ അച്ഛന്റെ വീട്ടുകാരാണ് കേട്ടോ. അവരുടെ ഓണം ഞങ്ങളെക്കാൾ വളരെ കേമമായിരുന്നു. അവരുടെ ഓണം എന്ന് പറയുന്നത് എന്താണ്, ഞങ്ങളുടെ ഓണത്തെക്കാൾ വളരെ കേമമായിട്ടുള്ള ഓണമായിരുന്നു. എന്തുകൊണ്ടാണ്, കൊയ്യാൻ വൈകിയാലും അവർക്ക് പ്രശ്നമില്ല. അവിടുത്തെ പത്തായങ്ങളിൽ എന്നും നെല്ലുണ്ടാകും. കൊയ്ത്തു നടക്കുമ്പോൾ പാടത്ത് വെച്ച് തന്നെ വണ്ടിക്കാർക്ക് നെല്ല് വിൽക്കും. എന്ന് വെച്ചാൽ അവരുടെ അച്ഛന്റെ വീട്ടുകാരെന്ന് പറയുന്നത് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരു ആളുകളായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ.
അപ്പൊ അവരോട് മത്സരിക്കാൻ ഞങ്ങൾക്കാവില്ല. കാരണം തെക്കരെന്ന് പറയുന്നത് എന്താണ്? വന്നേരിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ വീട്ടുകാരാണ്. അവര് സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അവിടെ ഓണം 10 ദിവസത്തെ ആഘോഷമാണ്. ഇവിടെ അച്ഛന്റെ വീട്ടില് ഓണം എന്ന് പറയുന്നത് എന്താണ്? 10 ദിവസത്തെ ആഘോഷമാണ്. പാണരുടെ സംഘം പകൽ മുറ്റത്ത് പാട്ടും കളിയും നടത്തും. മാദേവരെ പറ്റിയുള്ള ആചാരപ്പാട്ടുകൾക്ക് പുറമെ പ്രചാരമുള്ള പാട്ടുകളും അവർ പാടിയിരുന്നത്രേ. എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഓണത്തിന് ഈ പാണന്മാര് എന്ന് പറയുന്നൊരു സമുദായം ഉണ്ടല്ലോ, അവര് വന്നിട്ട് എന്താണ്, വീടിന്റെ മുറ്റത്ത് പാട്ടുകൾ പാടുമായിരുന്നു. മാദേവരെ പറ്റി എന്ന് പറഞ്ഞാൽ മഹാബലിയെ കുറിച്ചുള്ള പാട്ടുകളാണ് പാടാറുള്ളത്. അതുമല്ലാതെ എന്താണ്, ആ കാലഘട്ടത്തിൽ പ്രചാരത്തിലുള്ള പാട്ടുകളും അവര് വന്നിട്ട് പാടുമായിരുന്നു എത്രേ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അത്രയും നല്ല എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് കൂടുതൽ ഉള്ള തറവാടുകളിലൊക്കെ പോയിട്ട് എന്താണ്, ഈ പാണരുടെ സംഘങ്ങൾ ഈ ഓണക്കാലത്ത് പോയി പാട്ടുകൾ പാടും. പാണർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ് പാടാനുള്ള കഴിവ്, അല്ലെ? അപ്പോ ആ പാട്ടുകൾ എന്താണ്, അവർ അത്തരത്തിലുള്ള വീടുകളിൽ തറവാടുകളിലൊക്കെ പോയി പാടുമായിരുന്നു എത്രേ എന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം എന്താണ്, അങ്ങനെ പാടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഇഷ്ടം പോലെ ഭക്ഷണം ആണെങ്കിലും വസ്ത്രമാണെങ്കിലും ഒക്കെ ആ കാലഘട്ടത്തിൽ കിട്ടുമായിരുന്നു. പിന്നെ എന്താ പറയണത്, പക്ഷെ പൂക്കളുടെ കാര്യത്തിൽ അവർക്ക് ഞങ്ങളുടെ ആഭിജാത്യമില്ല. പൂക്കളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർ വളരെ ആഭിജാത്യം ഉണ്ടെന്നുണ്ടെങ്കിലും പൂക്കളുടെ കാര്യത്തിൽ എന്താണ്, ഞങ്ങളുടെ അത്രയും ആഭിജാത്യം എന്താണ് അവർക്ക് ഇല്ല. വേലിപ്പടർപ്പിലെ പൂക്കളൊക്കെ അവർക്ക് കളമിടാൻ ഉപയോഗിച്ചു. വേലിപ്പടർപ്പിലെ പൂക്കളൊക്കെ അവരെന്താണ്, പൂക്കളം ഇടാൻ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇവരോ, ഞങ്ങൾക്കുള്ള സൗഭാഗ്യം കുന്നിൻ ചെരുവിലെ സമൃദ്ധമായ കണ്ണാന്തളിപ്പൂക്കൾ, അല്ലെ? അപ്പൊ MT വാസുദേവൻ നായരുടെ നാട്ടിൽ എന്താണ്, അവരുടെ ഗ്രാമത്തിൽ എന്തുണ്ടായിരുന്നു? ഓണക്കാലം ആവുമ്പോഴേക്കും ആരും പറയാതെ തന്നെ ഓണത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് എന്താണ്, താന്നിക്കുന്നിലെ ഇഷ്ടം പോലെ എന്ത് വളരാറുണ്ടായിരുന്നു? കണ്ണാന്തളിപ്പൂക്കൾ സമൃദ്ധമായി വളരാറുണ്ടായിരുന്നു. അപ്പോ അവർക്ക് എന്താണ്, ഞങ്ങൾക്ക് പൂക്കളുടെ കാര്യത്തിലുള്ള ആഭിജാത്യം എന്താണ് അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവര് വേലിപ്പടർപ്പിലെ പൂക്കളൊക്കെ എടുത്തിട്ട് എന്താണ്, പൂവിടുമായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്തായിരുന്നു, ഞങ്ങൾക്ക് പൂക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആഭിജാത്യം കൂടുതലുണ്ടായിരുന്നു. കാരണം ഓണക്കാലം ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഗ്രാമത്തിലെ താന്നിക്കുന്ന് നിറയെ കണ്ണാന്തളിപ്പൂക്കൾ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നുണ്ടായിരിക്കും. ആ സൗഭാഗ്യം അവർക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ എന്ന് MT പറയുന്നു. പാണരുടെ പാട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിപ്പെരയനും പാട്ടിയും വീടാന്തരം നടന്നു പാടി രാവേറെ ചെല്ലുമ്പോൾ ഉണ്ണിപ്പെരയന്റെ തൊണ്ടയടച്ചിരിക്കും. ആചാരം മുടക്കാതിരിക്കാൻ ഉണ്ണിപ്പെരയൻ പ്രയാസപ്പെട്ട് പാടുന്നതും കേൾക്കുമ്പോൾ സങ്കടം തോന്നും. 100 വീടുകൾ കഴിഞ്ഞെത്തിയാലും ഞങ്ങളുടെ പാട്ടിയുടെ തൊണ്ടയ്ക്ക് പതർച്ചയില്ല എന്നതായിരുന്നു ആശ്വാസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. കാരണം അവർക്കും ഓണത്തിന് പാട്ടുകൾ പാടാൻ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് എന്തായിരുന്നു, ഉണ്ണിപ്പെരയനാണ് അവരുടെ പാണന്റെ പേര് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരുപാട് വീടുകൾ കയറി വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താണ്, അദ്ദേഹത്തിന്റെ തൊണ്ടയൊക്കെ അടച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും പാടുപെട്ട് എന്താണ്, അവര് പാടാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് എന്ന് പറയുന്നു. പിന്നെ എന്താ പറയണത്, അടുത്ത അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയാണ് പറയണത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ നൊസ്റ്റാൾജിക് ആയിട്ട് നല്ലൊരു സ്മെല്ലാവട്ടെ, ഒരു വ്യക്തി ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആവട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഗൃഹാതുരത്വം തോന്നുന്ന പലതരത്തിലുള്ള ഓർമ്മകൾ നമുക്കുണ്ടാവും, അല്ലെ? അപ്പൊ അദ്ദേഹം പറയാണ്, വടക്കേ പാടത്ത് നെല്ല് പാലുറയ്ക്കാൻ തുടങ്ങുമ്പോൾ താന്നിക്കുന്ന് തൊട്ട് പറക്കുളം മേച്ചിൽപ്പുറം വരെ കണ്ണാന്തളി ചെടികൾ തഴച്ചു വളർന്നു കഴിയും. അതിന്റെ കളർ എന്താ പറയണത്, ഇളം റോസ് നിറത്തിലുള്ള പൂക്കൾ തലയാട്ടി തുടങ്ങും. ആ പൂക്കളുടെ നിറവും ഗന്ധവും തന്നെ ആയിരുന്നു എന്തിന്, പുന്നല്ലരിയുടെ ചോറിനും, അല്ലെ? പുന്നല്ലരിയുടെ ചോറിനൊരു ഗന്ധമുണ്ട്, അല്ലെ? അത് ആസ്വദിച്ചുള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പോ അത് അദ്ദേഹത്തിന്റെ ഒരു മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ് പറയുന്നത്. ആ ഇളം റോസ് നിറത്തിലുള്ള കണ്ണാന്തളിപ്പൂക്കളുടെ അതേ മണവും രുചിയും ഗന്ധവും ഒക്കെ ആയിരുന്നു എന്തിന്, പുന്നല്ലരിയുടെ ചോറിനും എന്നാണ് പറയുന്നത്. പൂക്കളുടെയും ചോറിന്റെയും സമൃദ്ധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ മാസമാണ് ഞങ്ങൾക്ക് കർക്കിടകം. എന്ന് വെച്ചാൽ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ എന്താണ്, മഴയും ഒരു പഞ്ഞമാസമാണ് കർക്കിടക മാസം എന്ന് പറയും, അല്ലെ? പഞ്ഞമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാരിദ്ര്യത്തിന്റെ മാസമാണ് എന്ന് പറയും. അത് കഴിഞ്ഞാലാണ് ചിങ്ങമാസം വരുന്നത്. ചിങ്ങം എന്താണ്, സമൃദ്ധിയുടെ മാസമാണ്, അല്ലെ? ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത്. ചിങ്ങം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയുടെ മാസമാണ് എന്നാണ് പറയുന്നത്. കർക്കിടകം വളരെ മഴയും എന്താ പറയുന്നത്, അത്രയും കൃഷിയൊക്കെ വളരെ നശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് എന്താണ്, ഞങ്ങൾ കുട്ടികൾക്ക് സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, അതുപോലെ തന്നെ
പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ കിട്ടുന്നു. അതുപോലെ തന്നെ ഭംഗിയുള്ള പൂക്കൾ, കണ്ണാന്തളി പൂക്കൾ എന്താണ് ഞങ്ങളുടെ താന്നിക്കുന്ന് നിറയെ കണ്ണാന്തളി പൂക്കൾ വളരും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കാത്തിരിപ്പാണ് എന്ത്, കർക്കിടക മാസം എന്നാണ് പറയുന്നത്. നോക്കൂ, അത് എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അല്ലെ. പൂക്കളുടെയും ചോറിന്റെയും സമൃദ്ധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ മാസമാണ് ഞങ്ങൾക്ക് കർക്കിടക മാസം എന്നാണ് പറയുന്നത്. അപ്പൊ കർക്കിടക മാസം എന്താണ്, പൂക്കളുടെയും ചോറിന്റെയും എന്താണ് സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് എന്നാണ് പറയുന്നത്. എന്തിനെ, അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനും നല്ല ഭംഗിയിൽ പൂക്കളം ഇടാനും. ഓണത്തിന്റെ വരവൊക്കെ എന്താണ് ചിങ്ങമാസത്തിലാണ് അല്ലെ. അപ്പൊ അതിന്റെ കാത്തിരിപ്പാണ് എന്ത്, അവർക്ക് കർക്കിടക മാസം എന്നാണ് പറയുന്നത്. വന്നേരിക്കാല പോലെ ഞങ്ങൾ പണ്ടെപ്പോഴോ ആശാരി ഉണ്ടാക്കി വെച്ച മാദേവരെ കുളിപ്പിച്ച് പുറത്തെടുക്കാറില്ല. എന്താണ് മാദേവർ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ചില വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓണക്കാലം ആവുമ്പോഴേക്കും ഇങ്ങനെ മണ്ണ് കൊണ്ടൊരു രൂപം ഉണ്ടാക്കി വീടിന്റെ മുറ്റത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന് തൃക്കാരപ്പൻ, നമ്മുടെ നാട്ടിലേക്ക് തൃക്കാരപ്പൻ എന്ന് പറയും. ചില നാടുകളിൽ എന്ത് പറയും, മാദേവർ എന്ന് പറയും. മാദേവർ എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ ഒരു എന്താ പറയാ, ഒരു രൂപം എന്നോണം അതിന്റെ ഒരു ഐതിഹ്യത്തിന്റെ പുറത്താണ് നമ്മൾ അത് അങ്ങനെ വെക്കുന്നത് അല്ലെ. അപ്പോ മാദേവരെ കുളിപ്പിച്ച് എന്താണ്, അവര് പണ്ടെങ്ങാണ്ടോ ആശാരി ഉണ്ടാക്കി വെച്ച മരം കൊണ്ടുള്ള മാദേവരെ കുളിപ്പിച്ച് പുറത്തെടുക്കാറില്ല. വന്നേരിക്കാർ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുക. ഞങ്ങൾ എന്താ ചെയ്യാറുള്ളത്, മാദേവർ എപ്പോഴും മണ്ണ് കൊണ്ട് വേണം എന്ന് കുട്ടമ്മാവൻ എന്ത് പറയാറുണ്ട്, ശാസ്ത്രം പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാദേവരെ ഉണ്ടാക്കുന്നത് എപ്പോഴും മണ്ണ് കൊണ്ട് വേണം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഞങ്ങൾ വന്നേരിക്കാരെ പോലെ എന്താണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ മാദേവരെ എടുത്ത് പുറത്ത് വെക്കാറല്ല ചെയ്യാറ്. എന്താണ്, ഞങ്ങൾ മണ്ണ് കൊണ്ട് മാദേവരെ ഉണ്ടാക്കാറാണ് ചെയ്യാറുള്ളത് എന്ന് പറയുന്നു. തുമ്പപ്പൂവ് ധാരാളമുണ്ട്, പക്ഷേ ഒരുപാട് പെറുക്കിയാലും ഒരു ചെറിയ പൂവട്ടിയെ നിറയൂ. തുമ്പപ്പൂ അങ്ങനെയല്ലേ, കുഞ്ഞു പൂക്കളായിരിക്കും അല്ലെ. അപ്പൊ തുമ്പപ്പൂ എന്താണ്, ധാരാളമുണ്ട്, പക്ഷെ ഒരുപാട് പറിച്ചാലും എന്താണ്, ഒരു കുഞ്ഞു പൂവട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ കണ്ണാന്തളി കൊണ്ടുള്ള ചിത്രപ്പണികൾക്ക് നടുവിൽ വെള്ളപ്പൊട്ടുകൾ തീർക്കാൻ അത് നിരത്തുന്നു. ചുറ്റും കോളാമ്പിപ്പൂവും കുങ്കുമപ്പൂവും ഇടുന്നവർ മോശക്കാർ. അപ്പൊ ഇവരെന്താണ്, കണ്ണാന്തളി പൂക്കളും തുമ്പപ്പൂവും കൊണ്ടൊക്കെയാണ് പൂക്കളം തീർക്കാറുള്ളത്. ചുറ്റും കോളാമ്പിപ്പൂവും എന്താണ് കുങ്കുമപ്പൂവൊക്കെ ഇടുന്നവരെന്താണ്, മോശക്കാരാണ് എന്നാണ് പറയുന്നത്. അത്രയും ഒരു പൂക്കളത്തിന്റെ ഭംഗിയാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് സമൃദ്ധമായിട്ട് തുമ്പപ്പൂവും കണ്ണാന്തളിപ്പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം എന്താണ്, ആ ഗ്രാമത്തിന്റെ ഒരു വിശുദ്ധിയാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. ആ ഗ്രാമത്തിന്റെ ഒരു നൈർമല്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത്രയും സൗഭാഗ്യം. നിങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ കാണാനേ കഴിയുന്നുണ്ടാവില്ല. എന്താണ് തുമ്പപ്പൂ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണാന്തളിപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ എന്താണ് നമുക്ക് കാണാൻ പോലും കഴിയുന്നുണ്ട്. കണ്ണാന്തളിപ്പൂക്കളുടെ പിക്ചർ ഞാൻ ബാക്കിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ സമയം തെറ്റാതെ കുന്നിൻ ചെരുവിൽ കണ്ണാന്തളിപ്പൂക്കൾ വിടർന്നുകൊള്ളും. ആരും പറയാതെ തന്നെ എന്താണ്, ഇപ്പൊ വിഷുക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ കൊന്നപ്പൂ വിടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? പ്രകൃതി നമുക്ക് വേണ്ടി തരുന്ന ഒരു വരദാനമാണ് അല്ലെ. നമുക്ക് എന്താണ് പറയുന്നത്, ഓണക്കാലം ആവുമ്പോഴേക്കും ആരും പറയാതെ തന്നെ കുന്നിൻ ചെരുവിൽ എന്തുണ്ടായിരിക്കും, സമൃദ്ധമായി കണ്ണാന്തളിപ്പൂക്കൾ വളർന്നുകൊള്ളും എന്ന് പറയുന്നു. പക്ഷേ വടക്കേപ്പാടത്തോ തോണിക്കടവിലോ 2 കണ്ടമെങ്കിലും കൊയ്യാനാകുമോ? അപ്പോ പൂക്കൾ വളരും അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. പക്ഷെ വടക്കേപ്പാടത്തോ എന്താ പറയുന്നത് തോണിക്കടവിലോ 2 കണ്ടമെങ്കിലും കൊയ്യാനാകുമോ? കാരണം അത് കൊയ്യാൻ കഴിയുമോ? കാരണം കർക്കിടകത്തിലെ മഴ കഴിഞ്ഞിട്ടാണ് ചിങ്ങമാസം വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും ഇത് കൊയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് നശിച്ചു പോയിരിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഈ എല്ലാ വർഷവും ഉത്കണ്ഠയുണ്ട്. പുന്നല്ലരിയുടെ ചോറ് സ്വപ്നം കണ്ടുകൊണ്ട് വയൽവരമ്പിൽ നിന്നും കതിരുവെച്ച് ഞങ്ങൾ കുട്ടികളും മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. ചെമ്പൻ, ചീര, തവളക്കണ്ണൻ ഓരോ വിത്തിന്റെയും മൂപ്പിനെ പറ്റി ഞങ്ങൾക്കും അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, കുഞ്ഞുങ്ങളുടെ ഒരു കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, പാടത്തിന്റെ വരമ്പിന്റെ വക്കത്ത് നിന്നുകൊണ്ട് ഞങ്ങളും പറയുമായിരുന്നു ആ വരമ്പിൽ വിതച്ച വിത്തിന്റെ കാര്യങ്ങൾ. ഇത് തവളക്കണ്ണനാണ്, ഇത് ചീരയാണ്, അതുപോലെ തന്നെ ഇത് ചെമ്പനാണ് എന്നൊക്കെ അദ്ദേഹം കുട്ടികളുമായി കൂടി ചേർന്ന് നിന്ന് പറയുമായിരുന്നു എന്നാണ് പറയുന്നത്.
അമ്മയും കുട്ടമ്മാവനും ശരിവെച്ചാൽ കൂടി കൊയ്ത്തിന് കൃഷിപ്പണിക്കാരൻ അയ്യപ്പൻ സമ്മതിച്ചെന്ന് വരില്ല. ഒരാഴ്ച കൂടി വിളയട്ടെ എന്ന് അയ്യപ്പൻ വിധിച്ചാൽ ആർക്കും എതിരു പറയാനാവില്ല. അപ്പൊ അവരുടെ കൃഷിപ്പണിക്കാരനായിരുന്നു അയ്യപ്പൻ. അപ്പോ ചിങ്ങമാസമാകുമ്പോ കൊയ്ത്തിന്റെ സമയമാകുമ്പോ എന്താ അവര് പറയണത്? ആ സമയത്ത് കൊയ്തോളം പറയുമ്പോ അമ്മയും കുട്ടമ്മാവനും കൊയ്തോളം പറയുമ്പോ അയ്യപ്പൻ എന്ത് പറയും? ഒരു മാസം ഒരാഴ്ചയും കൂടെ വിളഞ്ഞോട്ടെ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വെച്ചാൽ കൂടുതൽ അരി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയുന്നത് കേട്ടോ. അടയ്ക്കയുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ പറ്റിയും ഞങ്ങൾ കുട്ടികൾക്ക് അറിയാമായിരുന്നു. അതിന്റെ കാര്യം എന്താണ്? ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല അല്ലെ? പണ്ട് കാലത്ത് കുട്ടികൾ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളിലുള്ള കാര്യങ്ങളാണ് പറയണത്. അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളിൽ അദ്ദേഹം പറയാണ് ആ കാലഘട്ടത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അറിയാമായിരുന്നു. അപ്പൊ വീട്ടിൽ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ വില എന്താണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അത് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം കുട്ടികൾക്ക് അറിയാമായിരുന്നു. കാരണം ആ കാലഘട്ടത്തില് കുഞ്ഞുങ്ങളുടെ വളർച്ച അങ്ങനെയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇന്ന് കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ് ആ കാലഘട്ടത്തില് അടയ്ക്കയുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചിട്ട് പോലും ഞങ്ങൾ കുട്ടികൾക്ക് അറിയാമായിരുന്നു. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓണത്തിന് തൊട്ടു മുമ്പുള്ള പാലത്തറ ചന്തയിൽ നിന്ന് സമൃദ്ധമായി കോള് കൊണ്ടുവരണമെങ്കിൽ, കോള് എന്ന് പറയുന്നത് ഓണത്തിനുള്ള വരവുകൾ എന്ന് വെച്ചാൽ സാധനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, വസ്ത്രങ്ങൾ എന്തുമാവട്ടെ, അതിനാണ് അദ്ദേഹം കോള് എന്ന് പറയുന്നത്. ചാലിശ്ശേരിയിൽ അടയ്ക്ക വിറ്റ് വരുമ്പോൾ എന്ത് വേണം? 100-ന്റെ നോട്ട് ഉണ്ടാവണം. അപ്പോ അടയ്ക്ക വിൽക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ, ചാലിശ്ശേരിയിൽ അടയ്ക്ക വിൽക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ എന്ത് വേണം? 100-ന്റെ നോട്ട് കയ്യിലുണ്ടെങ്കിലേ ഓണത്തിന് സമൃദ്ധമായി കോള് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ, ആ കുട്ടികളുടെ മനസ്സിൽ അതുള്ളത് കൊണ്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്? അവരെപ്പോഴും എന്താണ്? അടയ്ക്കയുടെ വിലയിലുള്ള ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചിട്ട് പോലും അവർക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. 43-ലെ കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും ശേഷം ഇടയ്ക്കിടെ മഹാളി കൗങ്ങിൻ തോട്ടങ്ങളെ ആക്രമിച്ചിരുന്നു. ഓണക്കാലത്ത് പുനയൂർക്കുളത്തേക്ക് ഞങ്ങളെ ക്ഷണിക്കാറുണ്ട്, പോവാറില്ല. അപ്പൊ എന്താ പറയണത്? പുനയൂർക്കുളത്തേക്ക് അവരെ ഓണക്കാലത്ത് ക്ഷണിക്കാറുണ്ട്, അവര് പോവാറില്ല. ഓക്കെ. അങ്ങനെ അവിടെ വിരുന്നു പാർക്കാൻ ഒരിക്കൽ അനുവാദം കിട്ടിയത് വേനൽ അവധിക്കായിരുന്നു. അങ്ങനെ അവര് അച്ഛന്റെ വീട്ടിൽ കേട്ടോ വേനൽ അവധിക്ക് മാത്രമാണ് അവിടെ പാർക്കാൻ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ ഒരു അനുവാദം കിട്ടിയത് എന്ന് പറയുന്നു. അച്ഛൻ സിലോണിലാണ്. അച്ഛൻ എവിടെയാണ്? സിലോണിലാണ്. MTയുടെ അച്ഛൻ എവിടെയായിരുന്നു? സിലോണിലാണ്. കുട്ടമ്മാവൻ എസ്റ്റേറ്റിലും. ഭരണം നടത്തിയിരുന്നത് അവർക്കിടയിലുള്ള ചെറിയമ്മാവനാണ്. അപ്പോ അച്ഛന്റെ വീട്ടിലെ ഭരണം നടത്തിയിരുന്നത് ആരാണ്? അച്ഛൻ സിലോണിലാണ്. മറ്റൊരു അമ്മാവൻ എന്ന് പറയുന്നത് കുട്ടമ്മാവൻ എവിടെയാണ്? എസ്റ്റേറ്റിലുമാണ്. അപ്പൊ ഭരണം നടത്തിയിരുന്നത് ആരാണ്? അവർക്കിടയിലുള്ള ഒരു ചെറിയമ്മാവനാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. അവസാന നിയന്ത്രണം കണ്ണിനു കാഴ്ചയില്ലാതെ പത്തായപ്പുരയുടെ താഴത്തെ മുറിയിൽ വലിയ താക്കോൽക്കൂട്ടം തലണക്കിടയിൽ വെച്ചു കിടക്കുന്ന അച്ചമ്മയ്ക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെയാണ്, ഇപ്പൊ ചെറിയമ്മാമയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിലും അവസാന വാക്ക് അവിടുത്തെ ആരുടേതായിരുന്നു? അച്ചമ്മയുടേത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വീട്ടിലെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അച്ചമ്മ എന്തിന്റെ താഴെയാണ് കിടക്കുക? അച്ചമ്മ ഒരു കോണിപ്പടിക്കും താഴെയുള്ള ഒരു കുഞ്ഞു മുറിയിലാണ് കിടക്കുക. ഒരുപാട് ആധാരക്കെട്ടുകളും താക്കോൽ കൂട്ടങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു അച്ചമ്മ. കാരണം അവരുടെ വീട്ടിലെ ഇപ്പോ ചെറിയമ്മാമയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരുടെ അവസാന വാക്ക് എന്താണ്? അച്ചമ്മ തന്നെയാണ്. അച്ചമ്മയോടാണ് അവസാനത്തെ ഒരു തീരുമാനം ചോദിക്കാറുള്ളത്. അച്ചമ്മയുടെ റൂമിനോട് തൊട്ട് തന്നെയാണ് ചെറിയമ്മാമയുടെ മുറി ഉണ്ടായിരുന്നത്. അപ്പൊ ചെറിയമ്മാമ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം കുറച്ച് അകലെയുള്ള ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ കൃഷി സ്ഥലത്തും തെങ്ങിൻ പറമ്പുകളിലും ഒക്കെ പോയി വളരെ വൈകിട്ടാണ് അദ്ദേഹം തിരിച്ചെത്തുക. വളരെ അധ്വാനശീലമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ചെറിയമ്മാമ എന്ന് പറയുന്നത്. വെളുത്തു മെലിഞ്ഞ് അല്പം കഷണ്ടിയുള്ള ശരീരം, കാൽ കീഴേക്ക് മുഖം കുനിച്ചു നോക്കിക്കൊണ്ട് ധൃതിയിൽ നടക്കുമ്പോൾ ടയറിന്റെ വള്ളിച്ചെരുപ്പ് ഒരു താളക്രമത്തിൽ ശബ്ദിക്കും. ചെവി പതുക്കെയായ ചെറിയമ്മാമ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? അപ്പൊ നമുക്കിപ്പോ അയാളെ കണ്ടതുപോലെ ഒരു ഇമേജ് നമുക്ക് കിട്ടിയില്ലേ? നമ്മൾ അയാളെ കണ്ടതുപോലെ വെളുത്ത് ഹൈറ്റ് ഇല്ലാത്ത ഒരാള്, ചെറിയൊരു കഷണ്ടിയുള്ള ഒരാള് ഇങ്ങനെ നടക്കുമ്പോൾ തല കുനിച്ച് നടക്കുന്നു. അദ്ദേഹം ഇടുന്ന ചെരുപ്പ് ഏതാണ്? വെള്ള ഹവായി ചെരുപ്പാണ് ഇടുന്നത്. അപ്പൊ അദ്ദേഹം നടക്കുന്ന സമയത്ത് ആ ഹവായി ചെരുപ്പ് ഒരു താളത്തിൽ ശബ്ദിക്കാറുണ്ട്. പിന്നെന്താണ്? ചെവി കുറച്ച് പതുക്കെയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ചെവി പതുക്കെയുള്ള ഒരാൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെടാറുണ്ടായിരുന്നു എന്ന് പറയുന്നു.
അവധിക്കാലത്ത് അവിടെ ചെറിയമ്മാമയുടെ മക്കൾ ശാരദയും സരോജിനിയും തങ്കവും ഒക്കെ വന്നിരുന്നു. ഞങ്ങൾ വന്നതറിഞ്ഞ് കുട്ടിയമ്മാമയുടെ മക്കൾ പ്രഭയും വിജയനും വരും. എന്ന് വെച്ചാൽ അവർ ഒരുപാട് കുടുംബക്കാരെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ബന്ധുക്കളുള്ള ആളുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകളിലൊക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അമ്മായിമാർ ആരും അവിടെ വന്ന് താമസിക്കാറില്ല. അമ്മായിമാരും അവിടെ വന്ന് താമസിച്ച് കണ്ടിട്ടില്ല. എന്നെ ഒക്കത്ത് വെച്ച് നടക്കുന്ന കാലത്ത് അമ്മ ഒരു ധാരയ്ക്കും പിഴിച്ചിലിനുമായി അവിടെ താമസിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ടില്ല. അമ്മ ചിലപ്പോൾ അവിടെ പോയി താമസിക്കാറുണ്ട്. എന്താണ്, അതിനുശേഷം അമ്മ അവിടെ പോയി താമസിച്ചിട്ടില്ല എന്ന് പറയുന്നു. വീട്ടിലുള്ളപ്പോൾ ചെറിയമ്മാമ മുറിയുടെ വാതിൽ അടച്ചിട്ടിരിക്കും. കുങ്കുമത്തറയിൽ നിന്നും ഞങ്ങൾ എത്തി നോക്കിയിട്ടുണ്ട്. മുറിയിൽ ഒറ്റക്കട്ടിലിന് പുറമെ ഒരു മേശയും കസേരയും ഉണ്ട്. എപ്പോഴും ചെറിയമ്മാമ കണക്ക് കൂട്ടുകയോ എന്തെങ്കിലും എഴുതുകയോ ആവും. ചെറിയമ്മാമയുടെ മക്കളും ആ മുറിയിൽ ചെല്ലാറില്ല. അപ്പോൾ അദ്ദേഹം എപ്പോഴും വീട്ടിലിരിക്കുന്ന സമയത്ത് മുറി അടച്ചിട്ടാണ് ഇരിക്കാറുള്ളത്. അപ്പൊ ആ മുറിക്കകത്തേക്ക് ആരും ചെല്ലാറില്ല, മക്കൾ പോലും ചെല്ലാറില്ല. അതിന്റെ കാരണം എന്താണ്, അദ്ദേഹം അങ്ങനെ ആരോടും സംസാരിക്കാത്തൊരു ആളാണ്. അപ്പോൾ ചില സമയത്ത് കുട്ടികൾ എന്താണ് ഇയാൾ എന്താണ് ഇതിനകത്ത് കാണിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് മുറിക്കകത്തേക്ക് എത്തി നോക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഉച്ചത്തിൽ ചെറിയമ്മാമ സംസാരിക്കുന്നത് ആരും കേട്ടിട്ടില്ല. അച്ചമ്മയുടെ മുറിയിൽ ചെന്ന് എന്തൊക്കെയോ പറയാറുണ്ട്. അച്ചമ്മയും പതുക്കെയാണ് സംസാരിക്കുന്നത്. കേൾവി കുറവായ ചെറിയമ്മാമയ്ക്ക് എങ്ങനെയാണ് അച്ചമ്മയുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാകുന്നത്? അപ്പൊ അദ്ദേഹത്തിന് സംശയം തോന്നാറുണ്ട്. അച്ചമ്മയും ചെറിയമ്മാമ അങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത് ആരും ഇതുവരെ കേട്ടിട്ടില്ല. അച്ചമ്മയോട് സംസാരിക്കാറുണ്ട്, അപ്പോഴും പതുക്കെയാണ് സംസാരിക്കുന്നത്. അച്ചമ്മ തിരിച്ചും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ചെവി പതുക്കെയുള്ള ചെറിയമ്മാമ എങ്ങനെയാണാവോ ഇതൊക്കെ കേൾക്കുന്നത് എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നാറുണ്ട്. പക്ഷേ അകത്തെ പെങ്ങന്മാർക്കും മരുമക്കൾക്കും എല്ലാം ചെറിയമ്മാമയെ ഭയമായിരുന്നു. അകത്തുള്ള പെങ്ങന്മാർക്കും മക്കൾക്കും ഒക്കെ എന്താണ്, ചെറിയമ്മാമയെ വലിയ ഭയമായിരുന്നു. എത്തിച്ചേർന്ന ദിവസം എതിർച്ച ഞാൻ മുമ്പിൽ എത്തിയപ്പോൾ ഒന്ന് ചിരിച്ചു, കൂടുതലൊന്നുമില്ല. അപ്പൊ അദ്ദേഹം അവിടെ വീട്ടിലേക്ക് എത്തിയ ദിവസം അറിയാതെ അദ്ദേഹത്തിന്റെ മുൻപിൽ ഒന്ന് ചെന്ന് പെട്ടപ്പോൾ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ ഒന്നും ചോദിച്ചില്ല. കഞ്ഞികുടി കഴിഞ്ഞ് ഇറങ്ങുന്ന ചെറിയമ്മാമ സ്കൂളില്ലാത്ത ദിവസങ്ങളിലും എത്തുന്നത് ഇരുട്ടിയാണ്. പകൽ അയൽവക്കത്തെ കുട്ടികളും ഞങ്ങളോടൊപ്പം ചേരും. പുറം പറമ്പിൽ ഇഷ്ടം പോലെ കളിച്ചു നടക്കാം. അയിനിപ്ലാവിന്റെ ചുവട്ടിൽ നിന്നും കുരുപെറുക്കാം, ചുട്ടു തിന്നാം, കശുമാങ്ങ തല്ലിക്കൊഴിക്കാം. കുഞ്ഞുനാളിലെ ഓർമ്മകളാണ് അദ്ദേഹത്തിന്റെ, അല്ലെ? നമുക്കൊക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഓർമ്മകൾ, അല്ലെ? അപ്പോ മുമ്പാരോ താമസിച്ചിരുന്ന ഒരു ഒഴിഞ്ഞ വീട് തെക്കേ പറമ്പിലുണ്ട്. തെക്കേ പറമ്പിൽ ഒരു ഒഴിഞ്ഞ വീട് ഉണ്ട്. അവിടെ കൊത്തങ്കല്ലും തായവും കളിക്കാം. പകൽ അധ്വാനം കഴിഞ്ഞ് ഏലിയങ്ങാട്ടെ ചിറയിൽ പോയി കുളിച്ചു വന്നാൽ അച്ചമ്മയെ ബോധിപ്പിക്കാൻ കുറച്ചു സമയം നാമം ജപിക്കണം. അങ്ങനെ പകലത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചിറയിൽ പോയി കുളിച്ചു കഴിഞ്ഞ് വന്നാൽ അച്ചമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ ഈ കുട്ടികളിരുന്ന് നാമം ജപിക്കാറുണ്ടായിരുന്നു. കുട്ടികളുടെ നാമം ചൊല്ലൽ കഴിഞ്ഞാൽ അച്ചമ്മയുടെ ആഹാരം മുറിയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് നിയമം. പണ്ട് കാലത്തെ തറവാടുകളിലൊക്കെ ഉള്ള ഒരു നിയമമാണ് പറയുന്നത്. കുട്ടികൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ അച്ചമ്മയുടെ വീട്ടിലേക്ക് അച്ചമ്മയുടെ റൂമിലേക്ക് എന്ത് കൊണ്ടുപോകണമായിരുന്നു? ആഹാരം കൊണ്ടുപോകണമായിരുന്നു. പിന്നെ ഞങ്ങൾ പൂമുഖക്കോലായിൽ തളർന്നിരിക്കും. ചെറിയമ്മാമ വരുന്നുണ്ടോ എന്നാണ് നോട്ടം. കാരണം പണ്ട് കാലത്ത് ഈ നായർ തറവാടുകളിലൊക്കെ ആണുങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ സ്ത്രീകൾക്ക് കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഈ ഒരു ആ കാലഘട്ടത്തിലെ ആ നിയമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചെറിയമ്മാമ വരുന്നത് നോക്കിയാണ് കുട്ടികൾ ഇരിക്കുന്നത്. കാരണം അദ്ദേഹം വന്ന് ഭക്ഷണം കഴിച്ചാലേ കുട്ടികൾക്ക് ചോറ് കിട്ടുകയുള്ളൂ. അപ്പൊ അദ്ദേഹം വരുന്നത് വരെ നോക്കിയിരിക്കും. പിന്നെ അദ്ദേഹം വന്ന് കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോകുന്നത് വരെ കുട്ടികൾ എന്താണ്, അദ്ദേഹത്തെ മനസ്സിൽ പ്രാകാറുണ്ടായിരുന്നു എന്നാണ് MT പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു, കുട്ടികളുടെ മനസ്സ് അങ്ങനെയല്ല. അവർക്ക് എന്താ പറയാ, വൈകുന്നേരമായ അവർക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം. അവർക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെ? അപ്പോ അദ്ദേഹം പറയാണ്, എന്താണ് ആരാണാവോ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കണ്ടുപിടിച്ചത്, എന്തിനാണാവോ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കണ്ടുപിടിച്ചത്, എന്താണ് ഇത്രയും ഒരു പ്രത്യേകത, ഈ ചെറിയമ്മാമയ്ക്ക് എന്താണ് ഇത്രയും വലിയൊരു പ്രത്യേകത എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോ എന്താ പറയുന്നത്, ഈ കുട്ടിയോട് പറയാണ്, ചെറിയമ്മാമയുടെ മക്കള് പറയണ, അച്ഛൻ അവിടെ ഒന്നും അങ്ങനെയല്ല, ഇവിടെ വരുമ്പോ നിങ്ങൾ ശീലിപ്പിച്ചതാണ് എന്ന് അച്ഛൻ പെങ്ങന്മാരോട് പറയുമ്പോ അവരെന്താ തിരിച്ചു പറയണത്, ഇവിടെ നിയമം വേറെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ എന്താ പറയണത്, ഇവര് പറയണം അതിന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി എന്ന് അച്ഛൻ പെങ്ങന്മാര് തിരിച്ചു മറുപടി പറയുമ്പോൾ MTക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. കാരണം അത് ഭയങ്കര ഒരു സങ്കടമായിട്ട് അവർക്ക് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് തന്നെ വന്നു. അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താണ് പറയുന്നത്, കർക്കിടകം പിറന്നു. താന്നിക്കുന്നിൽ നിറയെ കണ്ണാന്തളിപ്പൂക്കൾ മുടക്കമില്ലാതെ വിടർന്നു. തോണിക്കടവിലെ 2 കണ്ടം കഷ്ടിച്ചു കൊയ്യാമെന്ന് അയ്യപ്പൻ സമ്മതിച്ചു. എന്താണ്, അങ്ങനെ കർക്കിടക മാസം വന്നു.
അങ്ങനെ കർക്കിടക മാസത്തിൽ എന്ത് വന്നു? താനിക്കുന്ന് നിറയെ ആരും പറയാതെ തന്നെ കണ്ണാന്തളിപ്പൂക്കൾ സമൃദ്ധമായി വളർന്നുകൊണ്ടിരിക്കുന്നു. തോണിക്കടവിലെ 2 കണ്ടം കഷ്ടിച്ചു കൊയ്യാമെന്ന് അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കുട്ടമ്മാവൻ വളരെ പരവശനായിരുന്നു. ഇടവത്തിൽ വിസ്തരിച്ചു മഹാളിക്ക് തളിച്ചിരുന്നുവെങ്കിലും അടയ്ക്ക പറിച്ചു വെട്ടിയപ്പോൾ വളരെ കുറവ്. ഉത്രാടച്ചന്തയിൽ നിന്ന് കൃഷിപ്പണിക്കാരായ അയ്യപ്പനും നീലിക്കും മാത്രം മുണ്ടും തുണികളും വാങ്ങി. വീട്ടിലേക്ക് മല്ലും ജഗന്നാഥനുമില്ല. എന്താ പറയുന്നത്? മഹാളിക്ക് തളിച്ചിരുന്നു. മഹാളി എന്ന് പറഞ്ഞാൽ കൗങ്ങിനെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ് അല്ലെ. ആ അസുഖം മഹാളിക്ക് തളിച്ചിരുന്നുവെങ്കിലും കൗങ്ങിന് എന്താണ് മഹാളി ബാധിച്ചു. അടയ്ക്ക പറിച്ചു വിറ്റപ്പോ എന്താണ് സംഭവിച്ചത്? അത്രയും ഒരു ആദായം അവർക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചന്തയിൽ, കോണച്ചന്തയിൽ നിന്ന് അധികം ഇതൊന്നും പച്ചക്കറികളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും വാങ്ങിയിട്ടില്ല. പുറത്തെ പണിക്കാർക്ക് എന്ന് പറയാൻ അയ്യപ്പനും നീലിക്കും മാത്രമാണ് വസ്ത്രം വാങ്ങിയത്. വേറെ ആർക്കും ഒന്നും വാങ്ങിച്ചിട്ടില്ല. കുട്ടികൾക്ക് വാങ്ങിച്ചോ? കുട്ടികൾ എന്ന് വെച്ചാൽ ഞാനും കൊച്ചുണ്ണിയേട്ടനുമാണ്. കൊച്ചുണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ MT യുടെ ഏട്ടനാണ് കേട്ടോ. അവർ സ്കൂളിൽ പോകുന്നവരല്ലേ. ചീട്ടി തുണി കൊണ്ട് തുന്നിച്ചാൽ തന്നെ അവരിടുവോ? കന്നിയിലെ പറിക്കൽ കഴിയട്ടെ, നമുക്ക് കുന്നംകുളത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോ അവര് സ്കൂളിൽ പോണ കുട്ടികളല്ലേ, അവർക്ക് ഷീട്ടി തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുണി മുറിച്ച് വാങ്ങിച്ചിട്ട് തയ്പ്പിക്കാം. അപ്പൊ അതുകൊണ്ട് അത് തുന്നിയാലും അവർക്ക് ഇടാൻ പറ്റില്ല. അവർ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? കന്നിയിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുന്നംകുളത്തുനിന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയാണ്. ഒരു കുല നേന്ത്രക്കായേ ഉള്ളൂ, വറുക്കാൻ പച്ചക്കായയില്ല. അപ്പൊ നേന്ത്രക്കായ ഒരു കുല മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. വറുക്കാൻ എന്താണ് വെച്ചാൽ വറുത്ത ഉപ്പേരികൾ ഉണ്ടാക്കില്ലേ, അതിന് എന്താണ് പച്ചക്കായ ഇല്ല എന്ന് വെച്ചാൽ ഇല്ല, അവർക്ക് ദാരിദ്ര്യമാണ് എന്നാണ് പറയുന്നത്. തോട്ടത്തിൽ ചെറുകായ ഇഷ്ടം പോലെയുണ്ട്, അത് പഴുപ്പിച്ചാൽ മതി, ഇക്കുറി വിൽക്കണില്ല. അപ്പൊ എന്താണ്? തോട്ടത്തിൽ ചെറുകായ ഉണ്ട് ഇഷ്ടം പോലെ, അത് നമുക്ക് പഴുപ്പിക്കാൻ, ഇക്കുറി എന്താണ് വിൽക്കണ്ട എന്ന് പറയാണ്. ഇല്ലപ്പറമ്പിൽ കുട്ടികളെല്ലാം ഉച്ചയൂണ് കഴിഞ്ഞാൽ ഒത്തുകൂടും. ആട്ടക്കളത്തിലെ മെയ്മിടുക്ക്, തലപ്പന്തിലെ വൈദഗ്ധ്യം, കരയും കുറിയും കോടിമണമുള്ള പുതിയ മുണ്ടുകളുടെ അഭിമാനം, ഇതൊക്കെയാണ് അവരുടെ വിഷയം. പലതരം കളികളും അതുപോലെ തന്നെ കോടിമുണ്ടുകളുടെ അഭിമാനം, കോടിമുണ്ടുകൾ ഉടുത്തു വന്നിരിക്കുമ്പോഴുള്ള അഭിമാനം. കാരണം നമ്മൾ ഓരോരുത്തരും അവരവരുടെ വസ്ത്രത്തെ കുറിച്ചുള്ള അഭിമാനത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോ പഠിപ്പിൽ മിടുക്കലില്ലാത്തവർക്കുള്ളതാണ് ഈ കളികളൊക്കെ എന്ന ഭാവത്തിൽ ഞാൻ ഒഴിഞ്ഞു നിൽക്കും. MT വാസുദേവൻ നായർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന് പറയാൻ അത്തരത്തിലുള്ള വിഷയങ്ങളില്ല. കാരണം പുതിയ വസ്ത്രങ്ങളില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നിരുന്നു എന്ന് പറയുന്നു. എങ്കിലും പൂക്കൾ സമൃദ്ധമായിരുന്നു. അരിച്ചാന്ത് കൊണ്ട് കുട്ടമ്മാവൻ കേമമായി തന്നെ മാദേവർക്ക് ചുറ്റും ഓണവില്ല് വരച്ചുണ്ടാക്കി. പൂക്കൾ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, അരിമാവ് കൊണ്ട് കോലം വരയ്ക്കുമായിരുന്നു കുട്ടമ്മാവൻ. വളരെ ഭംഗിയായിട്ട് മുറ്റത്ത് അരിമാവ് കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? കോലം വരയ്ക്കുമായിരുന്നു. ഓണവില്ലുകൾ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഓണവില്ലുകൾ വരച്ചുണ്ടാക്കുമായിരുന്നു എന്ന് പറയുന്നു. അവിട്ടത്തിന്റെ അന്ന് വൈകുന്നേരം മുറ്റത്ത് നിന്ന് ആരോ പറഞ്ഞു, ആരാ ഈ വരണേ? അപ്പോ അവിട്ടത്തിന്റെ അന്ന് വൈകുന്നേരം മുറ്റത്ത് നിന്നിട്ട് ആരോ പറയുന്നത് കേൾക്കാണ്. ആരാ കേൾക്കണത്? MT കേൾക്കാണ് കേട്ടോ. എന്താ പറയണത്? അല്ല ചെറിയമ്മാമയല്ലേ. എന്താണ്? ആരാ വരണത്? അല്ല ചെറിയമ്മാമയല്ലേ വരണത് എന്ന് പറയാണ്. നോക്കിയപ്പോൾ ചെറിയമ്മാമ തന്നെ. തിരുവോണത്തിന് അമ്മയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ശേഷം ചെറിയമ്മാമ ഭാര്യ വീടായ കരുപ്പറമ്പിലേക്ക് വരാറുണ്ട്. തിരുവോണത്തിന്റെ അന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭാര്യ വീട്ടിലേക്കാണ് ആര് പോവാറുള്ളത്? ചെറിയമ്മാമ പോവാറുള്ളത്. ഓണക്കാലത്ത് ഇവിടേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഓണക്കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നത് എന്താണ്? ഇത് ആദ്യമായിട്ടാണ്. അമ്മ വേഗം കോലായിൽ പുൽപ്പായി ഇട്ടു. കാല് കഴുകി ഞങ്ങളെയൊക്കെ നോക്കിയൊന്ന് ചിരിച്ചു. ചെറിയമ്മാമ ഇരുന്നു. അപ്പോ കാല് കഴുകി എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ചെറിയമ്മാമ പുൽപ്പായിൽ അവിടെ ഇരുന്നു. കുളമ്പെന്ന് വിവരമൊന്നും ഇല്ല, അമ്മ കുറച്ചുറക്കെ പറഞ്ഞു. അപ്പൊ എന്താ പറയുന്നത്? അമ്മ പറയാണ് അവിടുന്ന് വിവരമൊന്നും ഇല്ല എന്ന് പറയാണ്. ചെറിയമ്മാമ എന്താ ചെയ്യണത്? അപ്പോ മൂളി. തനിക്കറിയാമെന്ന പോലെ. കുട്ടമ്മാമ മുറ്റത്തു കൂടി വന്നപ്പോൾ ചെറിയമ്മാമ പറഞ്ഞു, മഹാളി ചതിച്ചു അല്ലേ? അപ്പൊ കുട്ടമ്മാമയെ കണ്ടപ്പോ ചെറിയമ്മാമ ചോദിക്കുകയാണ്, എന്ത് മഹാളി ചതിച്ചൂല്ലേ എന്ന് വെച്ചാൽ കൗങ്ങിന് ഇത്തവണ അത്ര വരവൊന്നും ഉണ്ടായില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. നാടടച്ച് അടയ്ക്ക മോശമായിക്കൊല്ലം. അപ്പൊ നാടടച്ച് എന്താണ്? അടയ്ക്ക ഇക്കൊല്ലം മോശമാണ് എന്ന് പറയാണ്. ഒരു സാധാരണ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഒരു സംസാര ശൈലി അല്ലേ. അമ്മ ചായ കൊണ്ടുവന്നു. ഓണക്കാലത്ത് വറുത്ത കായയും പഴം പുഴുങ്ങിയതുമില്ലാതെ ചായ കൊടുക്കേണ്ടി വന്നതിൽ അമ്മയ്ക്ക് ജാള്യത തോന്നിയിരിക്കണം. കാരണം ഓണക്കാലത്ത് ഏതൊരു വീട്ടിൽ ചെന്നാലും കായ വറുത്തതും പഴം പുഴുങ്ങിയതും ആ കാലത്ത് കൊടുക്കുമായിരുന്നു. അതില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അത്രയും ദാരിദ്ര്യമുള്ള വീടുകളിലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുള്ളൂ. അപ്പൊ അതില്ലാതെ ചായ കൊടുക്കേണ്ടി വന്നതിൽ അമ്മയ്ക്ക് ജാള്യത തോന്നിയിരിക്കണം എന്ന് അദ്ദേഹം പറയാണ്.
ചായ കുടിച്ചിട്ട് ചെറിയ മാമൻ കുറച്ചു നേരം കൂടി ഒന്നും സംസാരിക്കാതെ ഇരുന്നു. പിന്നെ എന്താ ചെയ്ത് എഴുന്നേറ്റു. മഴക്കോള് കാണണ്ട്, നടക്കട്ടെ എഴുത്തമ്മേ. എന്നിട്ട് അരികെ വെച്ചിരുന്ന കടലാസ് പൊതി എടുത്ത് അമ്മയ്ക്ക് നീട്ടി പറഞ്ഞു, ഇത് കുട്ടികൾക്കാ. എന്താ പറഞ്ഞത്? കുറച്ച് സമയം മിണ്ടാതിരുന്നു. എന്നിട്ട് എണീറ്റിട്ട് എന്താ പറഞ്ഞത്? നല്ല മഴക്കോള് കാണണ്ട്, ഞാൻ നടക്കട്ടെ എഴുത്തമ്മേ എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് എന്ത് ചെയ്തു? ഒരു പൊതി എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? ഇത് കുട്ടികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. പിന്നെ മുറ്റത്ത് നിൽക്കുന്ന എന്നെ നോക്കി പതുക്കെ ഒന്ന് ചിരിച്ച് ഇറങ്ങിപ്പോയി. വള്ളിച്ചെരുപ്പിന്റെ ശബ്ദം പടികൾ കടന്ന് വയൽവരമ്പിൽ കയറി. എന്താണ് അദ്ദേഹത്തിന്റെ ആ വള്ളിച്ചെരുപ്പിന്റെ ശബ്ദം ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് അദ്ദേഹം കേട്ടു. അമ്മ പൊതി തുറന്നു. അത്ഭുതം! എനിക്കും കൊച്ചുണ്ണിയേട്ടനും കരയുള്ള ഓരോ മുണ്ട്. എന്റെ കണ്ണു നിറഞ്ഞത് ആരും കണ്ടില്ല. കോടിയുടെ മണം. പിന്നീട് എല്ലാ ഓണത്തിനും അവിട്ടം വൈകുന്നേരം ചെറിയമ്മാമയുടെ വരവ് നോക്കി ഇരിക്കുമായിരുന്നു ഞങ്ങൾ. കൃത്യമായി കക്ഷത്തിൽ പൊതിയുമായി വന്നു. അങ്ങനെ ഏട്ടൻ തിരിച്ച് കോളേജിൽ നിന്ന് വന്ന സമയത്ത് എന്താണ്, മുണ്ടിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു. കാരണം ഏട്ടൻ ഒരു മുണ്ട് എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്താണ്, തൻ്റെ ഊണ് കഴിഞ്ഞ് കുട്ടികൾക്ക് ഉണ്ടാവൂ എന്നുള്ള ആ ഒരു നിയമം ചിലപ്പോൾ അച്ഛൻ പെങ്ങന്മാരുണ്ടാക്കിയതാവും. ശരിക്കും ചെറിയമ്മാമ എന്തായിരിക്കും? ഒരു സാധു ആയിരിക്കും എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, ഈ ഒരു നിയമം ചെറിയമ്മാമയെ വെറുതെ നമ്മളൊരു ഭീകരനായിട്ട് കണ്ടതാണ്. അദ്ദേഹം ഒരു സാധു ആയിരിക്കും. കാരണം എന്താണ്, ആ ഒരു നിയമം താൻ ഉണ്ടിട്ടേ കുട്ടികൾക്ക് ഉണ്ണാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു നിയമം ഒരു പക്ഷേ അച്ഛൻ പെങ്ങന്മാരുണ്ടാക്കിയതായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം കഴിഞ്ഞ് തിരിച്ച് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗ്രാമം ഒരുപാട് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം പറയാണ്, എന്താണ്, തൻ്റെ ഊണ് കഴിഞ്ഞ് കുട്ടികൾക്ക് ഉണ്ടാവോ എന്ന നിയമം ഈ ചെറിയമ്മാമ ഉണ്ടാക്കിയതാവില്ല. അടുക്കളപ്പണിയും മേല് കഴുകലും കഴിഞ്ഞ് നാട്ടുപഞ്ചായത്തിനും നുണക്കൂട്ടങ്ങൾക്കുമായി ഇഷ്ടംപോലെ സമയം കണ്ടെത്താൻ അച്ഛൻ പെങ്ങന്മാർ നടപ്പാക്കിയ ഒരു സമ്പ്രദായമായിരിക്കണം. സത്യം എന്തെന്നറിയാൻ അവരാരും ഇപ്പോൾ ഇല്ല. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ ഒരു നിയമം ചെറിയമ്മാമ ഉണ്ടാക്കിയതായിരിക്കില്ല. ഒരു പക്ഷെ അച്ഛൻ പെങ്ങന്മാർ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് എന്താണ് നാട്ടുകൂട്ടം കൂടാനും നുണക്കൂട്ടം പറയാനും ഒക്കെ വേണ്ടി അവർ സ്വയം കണ്ടെത്തിയ ഒരു സമയമായിരിക്കാം അത്. ആ സമയത്ത് അതിന്റെ ഇത് ചെറിയമ്മാമയുടെ തലയിൽ വെച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയമ്മാമ ഒരിക്കലും അത്തരത്തിലുള്ള ഒരാളായിരിക്കില്ല എന്ന് പറയാണ്. പക്ഷേ അത് സത്യം എന്താണെന്നറിയാൻ അവരാരും ഇന്നില്ല. എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. അവരാരും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ചെറിയമ്മാമയും ഇല്ല. കുടിയിരിപ്പുകളായി മാറിയ കുന്നിൻ പുറങ്ങളിൽ പിന്നീട് കണ്ണാന്തളിപ്പൂക്കൾ വളരാതെയായി. എന്ന് വെച്ചാൽ താന്നിക്കുന്ന് നിറയെ ആളുകൾ താമസം തുടങ്ങി. അതിനുശേഷം ആ കുന്നിൻ പുറങ്ങളിൽ എന്താണ്, കണ്ണാന്തളിപ്പൂക്കൾ വളരാതെയായി. തന്റെ കഥയിൽ കണ്ട കണ്ണാന്തളിപ്പൂക്കളെ കാണാൻ വരുന്നു എന്ന് തനിക്ക് എഴുതിയ വായനക്കാരൻ സുഹൃത്തിന് മറുപടി അയച്ചു. ഗ്രാമം കാണാം, പക്ഷെ ഇപ്പോൾ കണ്ണാന്തളിപ്പൂക്കളില്ല. ഗ്രാമം മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകൾ വായിച്ച്, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിച്ച് അദ്ദേഹത്തിന്റെ നല്ലൊരു സുഹൃത്തായി മാറിയ അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു കത്ത് അയക്കുകയാണ്. ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ ഗ്രാമവും കണ്ണാന്തളിപ്പൂക്കളും കാണാൻ ഞാൻ വരുന്നു എന്ന് പറയാണ്. അപ്പൊ അദ്ദേഹം തിരിച്ച് മറുപടി അയക്കുന്നത് എന്താണ്, ഗ്രാമം കാണാം, പക്ഷെ കണ്ണാന്തളിപ്പൂക്കളില്ല. ഗ്രാമവും ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. മലമക്കാവിലെ പ്രശസ്ത വൈദ്യൻ പരമേശ്വരൻ നായർ ഒരിക്കൽ വിജയഭാവത്തിൽ വന്നു പറഞ്ഞു, പാറയിടുക്കിൽ നിന്നും മറ്റുമായി 3 ചെടികൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഞാൻ വളർത്തുന്നു. ഇനി നാട്ടിൽ വരുമ്പോൾ കാണിച്ചു തരാം. മലമക്കാവിലെ വൈദ്യൻ വന്നിട്ട് യോട് എന്താ പറയണത്, പാറയിടുക്കുകളിൽ നിന്നും 3 ചെടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിന്റെ ചെടികളാണ്? കണ്ണാന്തളി ചെടികൾ കിട്ടിയിട്ടുണ്ട്. ഞാനത് വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇനി നാട്ടിൽ വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറയാണ്. അടുത്തൊരവസരത്തിൽ നാട്ടിലെത്തിയപ്പോൾ മലമക്കാവിൽ ചെന്നു. കുറ്റിയറ്റ കുടുംബത്തിലെ ദരിദ്ര സന്തതികൾ 3 പേർ മൺചട്ടിയിൽ വളരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സമൃദ്ധമായി വളർന്നിരുന്ന കണ്ണാന്തളിപ്പൂക്കൾ ഇന്ന് എന്താണ്, ആ നാട്ടിൽ കാണാനില്ല. ആരുടെ ഒരു വീട്ടിലെ ഒരു ചെടിച്ചട്ടിയുടെ ഉള്ളിൽ എന്താണ് ഒരു 3 എന്ന് വെച്ചാൽ അത്രയും അരോചകം പിടിച്ചൊരു ചെടിയായിട്ട് അത് വളരുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം എംടിക്ക് തോന്നുകയാണ്. ഒന്നിൽ പൂവുണ്ട്, എൻ്റെ ഓർമ്മയിലെ നിറം ഇതല്ലല്ലോ എന്ന് സംശയിച്ചു. നനുത്തൊരു മണമുണ്ട്, പക്ഷേ പുന്നല്ലരി ചോറിന്റെ ഗന്ധമില്ല. അപ്പൊ അദ്ദേഹം അന്ന് കണ്ട കണ്ണാന്തളിപ്പൂവിന്റെ നിറമോ ഗന്ധമോ മണമോ ഒന്നുമല്ല അതിനിപ്പോ എന്നാണ് പറയുന്നത്. മത്സരിച്ച് പ്രഭാതത്തിന് മുന്നേ എത്തുന്ന കുട്ടികൾ കാത്ത് കൂട്ടം കൂട്ടമായി ഉണർന്ന് പുളച്ചിരുന്ന കാലത്തിന്റെ വിദൂരത സ്മൃതിയോടെ ഈ ശോഷിച്ച വളർത്തു ചെടികൾ മൗനഭാവത്തിൽ തലകുനിച്ചു നിന്നു. എന്ന് വെച്ചാൽ ഒരു കാലത്ത് കുട്ടികളുടെ വരവ് കാത്ത് പ്രഭാതത്തിൽ മത്സരിച്ച് വളർന്നിരുന്ന പൂവിട്ട് നിന്നിരുന്ന ഈ കണ്ണാന്തളി ചെടികൾ എന്നെ കണ്ടപ്പോൾ എന്താ പറയുന്നത്, സങ്കടം കൊണ്ട് തലകുനിച്ച് നിൽക്കുന്നത് പോലെ എംടിക്ക് അനുഭവപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന വാക്കാണ്,
ഞാൻ ആലോചിച്ചു പോയി, എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അല്ലെ. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വരിയാണ് അല്ലെ. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് എം ടി വാസുദേവൻ നായർ പറയണം. അതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, നമ്മൾക്കൊക്കെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര നിറങ്ങൾ, എത്രയെത്ര ഗന്ധങ്ങൾ, എത്രയെത്ര വിസ്മയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ. എത്രയെത്ര പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ. അപ്പോ എത്രയെത്ര കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്ന ഒരു നോവലിന്, അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മക്കുറിപ്പിന് ഈ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്നല്ലാതെ മറ്റൊരു പേര് നമ്മൾ മറ്റെന്ത് പേരാണ് അതിന് നമ്മൾ നിർദ്ദേശിക്കുക അല്ലെ. അതിന് മറ്റൊരു പേര്, വേറൊരു പേര് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു പേര് വേറെ ഇല്ല. കാരണം ഇത് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം തന്നെയാണ് അല്ലെ. ഒരു കണ്ണാന്തളിപ്പൂക്കളുടെ ഒരു കാലഘട്ടത്തിലെ ആ ഒരു എന്താ പറയുന്നത്, അതിൽ കണ്ണാന്തളിപ്പൂക്കൾ എം ടിയുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ്. അദ്ദേഹത്തിന്റെ ഓണക്കാലത്തെ ഓർമ്മകളും അതുപോലെ തന്നെ കണ്ണാന്തളിപ്പൂക്കൾ വളരുമ്പോഴുണ്ടാവുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളും, ഇതെന്താണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളിലെ ഒരു ഓർമ്മക്കുറിപ്പാണ് എന്ത് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.